നമസ്കാരം. ആധ്യാത്മരാമായണം തുടരുന്നു. അയോധ്യാകാന്ഡം. ഇന്ന് അയോധ്യാകാന്ഡത്തിൽ അഭിഷേക വിഘ്നം, വിച്ഛിന്ന അഭിഷേകം എന്നീ പംക്തികളാണ് പറയാൻ പോകുന്നത്. കൈകേയി മന്ധരയോട് ചൊന്നാളിനി, രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവാൻ നിർണയം. കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ. എങ്കിലോ പണ്ടു സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചു ഭവാനെ ഞാൻ സന്തുഷ്ട ചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു. രണ്ടു വരങ്ങൾ നീ നൽകിയില്ലയോ, വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടിടും വരങ്ങൾ തരുകെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്ന ഭവാങ്കലതു രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും, പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും. മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി. സജ്വര ചേതസാ വേണിതു ഭൂപനും പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപനേ. യാമിനീ പോയിതു വത്സര തുല്യയായി നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രിപതീശ്വരനോട് ചൊല്ലിനാൾ. ശ്രീരാമദേവനും ചോദിച്ചതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കൈകേയി പുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. രണ്ടു വരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസാ. താതൻ നിനക്കഭിഷേകമാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ട് വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ താപസവേഷീണ വാഴുകയും വേണം എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതു, ചെയ്യുക അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. നമസ്കാരം. അയോധ്യാകാന്ഡം. Today in Ayodhyakandam, we are going to cover Abhisheka Vikhnam and Vichinna Abhishekam. So as per the advice of Mandhara, the maid, Kaikeyi, she removes all her ornaments and she lies on the floor with her face covered and crying. She told Mandhara, till Rama goes to the forest, I will be in this position. And King Dasharatha comes to the Antapuram of Kaikeyi and he was surprised to see her, and she told him, you had given me 2 boons many years back during a war, and I told I will take these boons when I need. So today it has come, the time has come for me to ask for the boon. So I need 2 boons from you. One is all the
arrangements that you have carried out for the Abhishekam of Rama, Kumara Rama. You have to do Abhishekam to my son Bharata. And the second boon is that Rama should go to the forest. For 14 years, he has been exiled and he should live the life of a sage. Hearing this, Dasharatha, he becomes unconscious. He is not able to bear the sorrow, and when he gained his consciousness, he requests Kaikeyi not to ask for the boon, but Kaikeyi was adamant. She summons Rama. Rama comes to the Antapuram of Kaikeyi and she tells him that this is the situation. I have asked 2 boons to your father Dasharatha, which he has promised me many years back. One is that Bharata should be crowned as the emperor of Ayodhya. And the second boon is that you should go to the forest and live like a sage. Hearing this, Rama was unperturbed. He says, what is the problem? There is no problem. If this is the wish of you and my father, I will definitely obey. Bharata will become the king of Ayodhya, and now itself I am on my way to the forest.